പുലർക്കാലെ പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ പുറക്കച്ചടാവല്ല ഭീതിയുടെ കടലാടങ്ങൾ അലയടിക്കുന്നു. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി മരുന്നുകൾക്ക് പിന്നാലെ പോകുന്നത്. അതിനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു. ഉപയോക്താക്കൾ നൽകുന്നത് കാലഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കാൻ വീട്ടിൽ നിന്നവരോ പഠിപ്പിച്ചവരോ ആരെ കൂട്ടിയില്ലാതെ ലഹരി മാത്രം സൗഹൃദത്തിൽ ഏകാന്തരായി കഴിയാനാണ് ഇവരുടെ രീതി. അർബുദം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക രോഗം തുടങ്ങിയവ ഇവിടെ തേടിയെത്തുന്നു. ലഹരിയുടെ വല അനുദിനം വിസ്തൃതമായി നമ്മുടെ നാടിനെ വലിയ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും നമ്മൾ ബോധവാന്മാരാണ്. സാറിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ രാവിലെ എനിക്ക് പാന്റ് ഷർട്ട് കോവിഡ് സ്കൂളിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏട്ടനൊന്ന് പോയേട്ടാ, ഏട്ടനെ പോയി സാധനം വിചാരിച്ചിട്ട് ഏട്ടൻ തന്നെ മിഠായി കഴിക്കും. പിന്നെ കിട്ടാതാകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് മിഠായി പോകാന്നല്ല, ഇത് നോക്കി ഇതൊരു പൊടിയാണ്. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ പാറി പാറി ഇങ്ങനെ ലോകത്തെത്തണം തോന്നും. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, ഇത് വീട്ടിൽ എന്നിട്ട് 6 ദിവസം സമയത്ത് ഉപയോഗിച്ച് നോക്ക്. എന്നാ ശരി ഏട്ടാ, ഞാൻ വാങ്ങിക്കാം. ശരി, ബൈ. അമ്മേടെ മോസം വീട്ടിൽ വന്നോ? എന്താ നീ ചെയ്യുന്നേ? ഇതെന്താ കാലം? ഇത് കാരണല്ലേ ഈ കാലം നിന്റെ സ്വഭാവം പലവട്ടം മാറുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പൊടി കാരണമാണ് നിന്റെ സ്വഭാവത്തിന് കാലത്ത് മാറിയത്. ഇത് അവരുടെ പല ഏട്ടാ ഞങ്ങളെ മോൾക്ക് എന്താ പച്ചയ്ക്ക് പറയുന്നേ? എന്താ നീ അമ്മയുടെ ആൾക്കാർക്ക് സംസാരിക്കുന്നത്? എന്റെ ജീവൻ തന്നെ ഇല്ലാതായി. എന്റെ അച്ഛൻ അങ്ങനെ പോയി. ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഈ കാരണത്താൽ അവളുടെ സുഹൃത്ത് നിർദ്ദേശിച്ച ഡ്രസ് അവൾക്കത് ഉപയോഗിക്കേണ്ടി വന്നു. നീ എന്തിനാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്? നീ ഞങ്ങളുടെ ഫ്രണ്ടൊന്നും അല്ല. എന്തുകൊണ്ട്? നിന്റെ സ്റ്റൈലൊന്ന് നോക്കി. നീ ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്ന ആളാണ്. യു ആർ ഔട്ട്ലി. ജെനി, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞങ്ങളുടെ പേര് എവിടെയൊക്കെ അന്വേഷിച്ചു. സോറി, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു. നീ എപ്പോഴും നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഞാൻ നിന്റെ യങ്ക സിസ്റ്ററാണ്. പക്ഷെ എന്റെ മാർക്കും നിന്റെ മാർക്കും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നീ 2 വിഷയത്തിന് കൂട്ടി. ജെനി, നിനക്കറിയില്ല ഇത് വീട്ടിൽ പോകേണ്ട സമയമാണ്. സോറി മാ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു. നീ കാരണം എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടിയാണ് മിസ്സായത്. മാ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രണ്ട്സിന്റെ പാർട്ടിയെ കുറിച്ചുണ്ടോ? മുതിർന്നവരോ എങ്ങനെയാണ് സംസാരിക്കാം? ഞാൻ എത്ര വട്ടം പറഞ്ഞു. നിനക്കറിയാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ. ഓ, അങ്ങനെയുള്ളോ? അപ്പൊ ഞാൻ ഇവിടുത്തെ സാധനങ്ങളോ? ഇതോ ഈ വെച്ച് എനിക്ക് വേണ്ട. ഓ, അപ്പൊ അതൊക്കെ എന്റെ വിശ്വാസമല്ല. എന്നാ ഞാൻ നോക്കും. അയ്യോ, അങ്ങനെയല്ല. ഇത് സമയമുള്ള യൂസ് ചെയ്താലേ ഇത് കണ്ടതൊക്കെ പോകും. ഞാൻ എന്നാലും നിന്നെ കഥ നോക്കാൻ സമയത്തില്ല. അതായത് നീ 2 വിഷയത്തിൽ കൂട്ടി. സോറി, ഞാൻ പഠിച്ചതാ. പക്ഷേ സ്റ്റോപ്പ് ഡയറി. എനിക്കറിയാം നീ പഠിച്ചിട്ടില്ലാന്ന്. ഇനിയെങ്കിലും കുറച്ച് പഠിക്കണം. നാളത്തെ നിന്റെ പത്തിരി ഭാഗ്യം ലിസ്റ്റ് ക്യാൻസൽ ആണ്. Be warned. This is no game. If given a chance, I will drive you insane. You will regret you tried me. They always do. You will come to me, not me to you. I'll take and take.
until you have nothing more to give. When I'm finished, you will be lucky you have lived. Such a dumb, don't be talking like that. No wonder nowhere on you. I'm a customer. Such a dumb, don't be talking like that. No wonder nowhere on you. I'm a customer. I'm more costly than diamonds, more precious than gold. You can try me, then don't say you were not told. My power is awesome, try me and see. If you don't, you may never know what's in me, and you are not slave. I will accompany you to your grave. I will pour gold and I tear on your heart. I take children away, and that is just your start. You could have said no and walked away. Instead, you decided to stay. Now that you've met me, what will you do? Will you try me again? The decision is all up to you. Really? Are you okay? No, really cannot be. കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനാണ് അന്വേഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരും തന്നെ അത് കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്റെ പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ആരും തന്നെ I'm sorry, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. Every June 26th is celebrated as. Okay, I need what do you understand from this kit? Yeah, don't use drugs. Okay, let me ask you one thing. One question. No one should answer louder. Give answer in your mind. Do you like the people those who take drugs? Say louder.